ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മപ്പാസാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഫ്രൈ പാൻ വെച്ചു. ഫ്രൈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ മൂക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതുപോലെ ക്യൂബുകളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു സവാളയാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. ചിലർക്ക് മഞ്ഞ കളറിലിരിക്കുന്നത് അത്ര ഇഷ്ടപ്പെടത്തില്ല. ലൈറ്റ് ക്രീം കളറിലിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാനൊരു തക്കാളിയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ചെറിയ ക്യൂബുകളാക്കി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തു. അതും വാടി വരേണ്ട ആവശ്യമില്ല തക്കാളി. അതിന് മുന്നേ തന്നെ നമുക്കിതിനകത്തോട്ട് പൊട്ടറ്റോ, ഒരു ചെറിയ പൊട്ടറ്റോ അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ക്യൂബുകളായിട്ട് തന്നെ കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് കോളിഫ്ലവർ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ്, ഒരു ചെറിയ പീസ് ക്യാരറ്റ് കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഗരം മസാലയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവസാനം നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനിത് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിരുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ചിക്കൻ എല്ലായിടവും മസാല പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇത് അടച്ചു വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കാം. ചെറുതായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്തിന് ഒരു 1/2 മുറി തേങ്ങയുടെ 2ാം പാലും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും മതി. തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് വേവിച്ചെടുത്താലും മതി. ഇപ്പം ഞാൻ 2ാം പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 മുറി തേങ്ങയുടെ 2ാം പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇത് തേങ്ങാപ്പാലിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്നുകൂടെ ഒന്ന് വറ്റി വരാനായിട്ടുണ്ട്, കുറുകി വറ്റി വരാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഇത് അടച്ചു വെക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് ഗ്രേവിയൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇതിന് കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ 2ാം പാൽ, 1/2 മുറി തേങ്ങയുടെ 2ാം പാലാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ആ ഒരു 1/2 മുറി തേങ്ങയുടെ തന്നെ 1ാം പാലും കൂടെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തോനെ നേരം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ.
ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കടുക് വറുക്കാനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വറ്റൽ മുളക് ചെറുതായിട്ട് പീസ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ പപ്പാസ് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.